നമ്മുടെ വ്ളോഗ് റൂം ക്ലീനിങ്. വെൽക്കം ടു ഹണിബീസ് ഒഫീഷ്യൽ. സോ നമ്മളിപ്പോൾ കുറേ ആയിട്ടൊരു വ്ളോഗ് കിട്ടി. അപ്പോൾ നമ്മൾ എത്ര ഏകദേശം എന്നാണ് ലാസ്റ്റ് വ്ളോഗ് കിട്ടുക? അതെ, വിഷു വ്ളോഗാണ് നമ്മുടെ ലാസ്റ്റ് വ്ളോഗായിട്ട് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല, എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. ഞങ്ങൾക്ക് 4th സെമ്മിൻ്റെ എക്സാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 മാസം വെക്കേഷന് പോയി വന്ന് പിന്നെ 19th എക്സാം തുടങ്ങി 25th 28th വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് സമയത്താണ് എക്സാം കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് 2 ദിവസമായിട്ടുള്ള പ്രാക്ടിക്കൽ കഴിഞ്ഞ് ഫുള്ളി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടുത്ത സെമ്മ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ വ്ളോഗൊന്നും എടുക്കാറില്ല, ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് കാര്യമായിട്ട് സംഭവമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ 2 മാസം വെക്കേഷന് പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അധികം ഒന്നും ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ റൂമൊക്കെ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നിവിടെ ആരുമില്ല, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കി എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. സോ അതാണ് നമ്മുടെ വ്ളോഗ് റൂം ക്ലീനിങ്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ റൂം എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഞങ്ങൾ നെറ്റാണ് കിടക്കാറ് കേട്ടോ. നമുക്ക് ബെഡൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം. ഇങ്ങനെ ബെഡ് ഒന്ന് മടക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം. നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്. രണ്ട് റൂം കാണിച്ചു കൊടുക്കും. ഫുൾ അലങ്കോലപ്പെട്ട് കിടക്കണം, ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ തിരുമ്പി കൊണ്ടുവന്ന ഇതൊക്കെ നമുക്കിത് കാണണം. പിന്നെ ഇവിടെ ഞങ്ങൾ എല്ലാം ലഗേജ് വെച്ചത്, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാം. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവിടെ. നമുക്ക് അതൊക്കെ ഇട്ട് മാറ്റണം. സോ ഇതാണ് ഞങ്ങളുടെ പബ്ലിക് ബോക്സ്. സോ അത് വൃത്തിയാക്കാൻ നമ്മൾ ഞങ്ങൾക്ക് ഒത്തിരി നെയിൽ പോളിഷ് കളക്ഷൻ ഉണ്ട്. സ്റ്റുഡിയോ പോകുമ്പോൾ ഞങ്ങൾ എല്ലാ കളക്ഷൻസും വാങ്ങാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ടാ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ സ്റ്റുഡിയോ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ്. നമ്മൾ ശരിക്കും വെക്കണം കേട്ടോ. വേറെ മോഡൽ അത് പണി ചെയ്യുന്നത് ഞങ്ങളെ ബുക്സൊക്കെ അവിടെ ഇരുന്ന് വെക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ എഴുതുന്ന സ്ഥലത്ത് വെക്കും. ഇതിൽ എന്തൊക്കെയുണ്ട്? പബ്ലിക് ബോക്സിനാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡും പിന്നെ അതേപോലെ നമുക്ക് ആവശ്യമുള്ള പിന്ന്, സെല്ലോ ടാപ്പ്, പശ, ഗമ്മും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ല. ഐ മീൻ നമുക്ക് നോർമലി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അതിലാണ്. ഇതിപ്പോൾ എൻ്റെ അറിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു റാക്ക് ഇങ്ങനെ പേപ്പറൊക്കെ വിളിച്ചിട്ടുണ്ട് റാക്കിൽ. സോ ഇനി ഇവിടെ നമുക്കൊക്കെ ഒരു നേരം സെറ്റാക്കി വെക്കണം കോളേജ് പോകാനനുസരിച്ച്. ആൻഡ് ഇത് അച്ഛൻ്റെ റൂമത്ത് നമുക്ക് സെറ്റാക്കണം കേട്ടോ. സോറി എന്താ പറയുക, അച്ഛൻ്റെ ഷെൽഫ് ആട്ടോ. അപ്പോൾ നമുക്കിത് സെറ്റാക്കണം. ഈ മുകളിലൊക്കെ ഉണ്ട് നമ്മൾ ഷാമ്പൂ അങ്ങനത്തെ ഓയിലൊക്കെ വെക്കുന്നതാണ്. ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ വെച്ചോ. സോ അതൊക്കെ ശരിയാക്കണം. ഇതാണ് ഏറ്റവും കൂടുതൽ സാധനം അമ്മയുടെ ഷെൽഫ്. പിന്നെ ഇതാണ് മീനുടെ ഷെൽഫ്. അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ല. ഇതാണ് നമ്മുടെ അച്ചാറ്, മോര്, പിന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. ഇതാണ് അലേഖേൻ്റെ. അപ്പോൾ നമുക്ക് എല്ലാം സെറ്റാക്കണം. സത്യം പറഞ്ഞു ഞാൻ നോക്കുകയാണെങ്കിൽ എല്ലാം സെറ്റാക്കണം മീനും. പിന്നെ ഇതാ നമ്മളിത് മൊത്തം ഇവിടെ വിളിച്ചു വരട്ടിയൊക്കെയാണ്. അവിടെ കണ്ട എല്ലാം സെറ്റായിട്ട് വിളിച്ചു വരില്ല. അവിടെ മാത്രമേ നമ്മൾ സെറ്റാക്കില്ല കേട്ടോ. ഇത് നോക്കുക ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ കേട്ടോ. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ വൃത്തിയാക്കാനുണ്ട്. കണ്ട അവിടെ മൊത്തം വിളിച്ചു വരാം. നമുക്ക് എല്ലാം വൃത്തിയാക്കണം. സോ നമ്മളെല്ലാം വൃത്തിയാക്കി റൂം ഫുള്ളാക്കി എല്ലാം നമ്മൾ എങ്ങനെയൊക്കെ മാറ്റി നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ഞാൻ ഇവിടെ എല്ലാം ചെയ്തേക്കാം. നമുക്ക് എന്താ പറയുക, കോളേജിൽ പോകുമ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് അത്ര ഐഡിയ വെച്ചിരിക്കാം. സോ ഗൈസ് നമ്മളിതാ ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഗൈസ്, സോ നമ്മൾ ഇവിടെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കും, ഇത് നമുക്ക് ബെഡിന് ഇവിടേക്ക് വെക്കണം. അപ്പോൾ നമുക്ക് തുടയ്ക്കണം, എന്നിട്ട് വേണം ബെഡ് വെക്കാൻ. ഇനി നമുക്കിത് തിരുമ്മാനാണ്. അപ്പോൾ നമുക്ക് തിരുമ്മാനൊക്കെ പോകണം. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തുടയ്ക്കാനും കൂടി ഉണ്ട്. ഗൈസ്, നമ്മളിതാ ഇവിടെയൊക്കെ വൃത്തിയാക്കി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മൊത്തം വൃത്തിയാക്കി, അതാ എല്ലാം വൃത്തിയാക്കി കേട്ടോ. സോ ഫൈനലി നമ്മളെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു ഗൈസ്. മിനി പണി കഴിഞ്ഞോ? ഹേ ഗൈസ്, സോ നമ്മളിപ്പോൾ ഇതാ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുളിക്കുക എന്നുള്ളൊരു ഇതാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ വീക്ക്ലി 2 ടൈംസ് ആണ് എണ്ണ തേക്കാറ് തലയിൽ. അപ്പോൾ നമുക്ക് എന്നാണ് അതിൽ നമുക്ക് എണ്ണയും കൂടി തേച്ചിട്ട് കുറച്ച് 10 മിനിറ്റ് ഇരുന്നിട്ട് കുളിക്കാൻ വേണ്ടി പോകാം. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനൊന്നും ഇതിടാൻ പറ്റില്ല. അപ്പോൾ അത്ര മുടിയിൽ ഇതൊന്ന് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി കുളിക്കാം. അപ്പോൾ എനിക്ക് അലക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. സോ ഫൈനലി നമ്മൾ എല്ലാം വൃത്തിയാക്കി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ഇന്നലെ കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ വൃത്തിയാക്കിയ സംഭവങ്ങളാണ്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ വരെ ബൈ കൊടുക്കുന്നു.